കണ്ണൂർ തളാപ്പുകാർക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഒരജ്ഞാതൻ അല്ലെങ്കിൽ അജ്ഞാത കവർച്ചാ സംഘം പ്രദേശത്ത് കറങ്ങുന്നതായി സംശയമാണ് നാട്ടുകാർക്ക്. ആ ഭീതിയെക്കുറിച്ച് യൂണിറ്റി റെസിഡൻഷ്യൽ അസോസിയേഷൻ സെക്രട്ടറി രാഖി രവീന്ദ്രനും പ്രസിഡന്റ് KP അവനീഷ് പുരോഹിതും പറയുന്നത് ഇങ്ങനെ. നമ്മളുടെ ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും രാത്രി ഒന്നിലധികം പേരോ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കയ്യിൽ ആയുധങ്ങളുമായിട്ട് കറങ്ങി നടക്കുന്നതാണ് ഇപ്പം നമ്മൾ ആ വീഡിയോ ഫുട്ടേജിൽ കാണുന്നത്. നമ്മൾ അതിനനുബന്ധമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ നിന്ന് വളരെ നല്ല സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്നാലും ഇതൊരു അവെയർനെസ് പോലെ നമ്മൾ പറയുകയാണ്, ഈ ഏരിയയിൽ കള്ളന്മാരുടെ ശല്യം വളരെ കൂടുതലായിട്ടുണ്ട്. ഒന്നാമത്തെ പേടിയുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുന്നത് അധികവും സീനിയർ സിറ്റിസൺസാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ വിധവകൾ, അല്ലെങ്കിൽ ഭാര്യമാർ ഇല്ലാത്ത ആണുങ്ങൾ. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഫുട്ടേജുകൾ വളരെയധികം മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പേടി ഉണ്ടാക്കുന്നുണ്ട്. ഈ മോഷണ ശ്രമം ഉണ്ടായതിനു ശേഷം ഇത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും അവർ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയും ഇതിലൂടെ പോലീസ് പെട്രോളിംഗ് നടത്താമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു ശേഷവും ഈ ഭാഗത്ത് പല വീടുകളിലും ഈ മോഷണമോ ഉണ്ടായിട്ടുണ്ട്. പല വീടുകളുടെയും CCTV ക്യാമറയിൽ ആരൊക്കെയോ ഏകദേശം 12 മണിക്ക് ശേഷം കയറി ഇറങ്ങുന്നതായിട്ട് കാണാനുണ്ട്. തളാപ്പ് മിക്സഡ് UP സ്കൂൾ പരിസരം, 4 സീസൺ റെസിഡൻസ് ഭാഗങ്ങളിലാണ് ഭീതി. കഴിഞ്ഞ ദിവസം തളാപ്പിലെ മാക്സ് ആശുപത്രിയിൽ നിന്ന് 1.5 ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. ആശുപത്രിയിലെ കവർച്ചയ്ക്ക് ശേഷം നാട്ടുകാർ രാത്രികാലങ്ങളിലെ CCTV പരിശോധിച്ചപ്പോഴാണ് പല വീടുകൾക്ക് സമീപവും അജ്ഞാതൻ തലയിൽ മുണ്ടിട്ടും മറ്റും നടക്കുന്നതായി കണ്ടത്. തന്റെ വീട്ടുപരിസരത്തും അത്തരമൊരാൾ എത്തിയിരുന്നതായി തളാപ്പിലെ മാത്യുവും പറഞ്ഞു. ഇവിടെ പരിസരത്ത് ഇപ്പോൾ എന്നും ഓരോ ദൃശ്യങ്ങളായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും തന്നെ ഈ ഓരോ വീടുകളിലായിട്ട് കയറിയിട്ടുണ്ട്, വീഡിയോ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും വീട്ടിൽ പകുതി ദൂരം വന്നപ്പോഴത്തേനും മോഷൻ സെൻസർ ലൈറ്റ് കത്തിയ കാരണമാണ് പുള്ളി അത് തിരിച്ചോടി. ആ ഫുട്ടേജും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം കയറിയത് മാക്സ് ഹോസ്പിറ്റലാണ്. അതിനുശേഷം പിന്നെ എൻ്റെ വീട്ടിലെ ഗേറ്റ് കടന്ന് മതിൽ ചാടി അകത്തേക്ക് വന്നു. വീടിൻ്റെ അടുത്ത് വരെ, അത് നല്ല ബോൾഡായിട്ടാണ് നടന്നു വന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ. വീടിൻ്റെ അടുത്ത് വരെ എത്താറായപ്പോഴേക്കും ലൈറ്റുകൾ ഓണായപ്പം പുള്ളി തിരിച്ചോടി. അതിനുശേഷം താഴേക്ക് പോകുന്ന ഫുട്ടേജ് ഉണ്ട്, വേറെ അടുത്തുള്ള വീടുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പ്രദേശവാസികളെല്ലാം വലിയ ഭീതിയിലാണെന്നും കറങ്ങി നടക്കുന്ന ആ അജ്ഞാത സംഘത്തെ കണ്ടെത്തണമെന്നും കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ് പറഞ്ഞു. ഓരോ ദിവസങ്ങൾ ഇടപെട്ട് ഓരോ വീടുകൾ, ആ തളാപ്പ് ഏരിയൻ്റെ ആ ഒരു പ്രദേശം, തളാപ്പ് സ്കൂളിൻ്റെയോ ആ മാതറാവ് സിന്ധേൻ്റെ ഏരിയയിലുള്ള എല്ലാ വീടുകളിലുമാണ് ഇങ്ങനെ കള്ളൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ കണ്ടുവരുന്നത്. നേരത്തെ അവിടെ മാക്സ് ഹോസ്പിറ്റലിൽ കള്ളൻ കയറി 10,000-50,000 രൂപ മോഷ്ടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വിദ്യാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട്, അതിൻ്റെ ബാക്ക് ഡോറ് കമ്പിപ്പാര കൊണ്ട് കട്ടിലടക്കം ഇളക്കിയിട്ട് ഉള്ളിൽ കയറി, അതുപോലെ തന്നെ പൂട്ടിയിട്ട വീടിൻ്റെ 3 ഡോർ അടിച്ചു പൊളിച്ച്, അങ്ങനെ നിരന്തരം ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ കള്ളം കയറി ഇങ്ങനെ നിരങ്ങുന്ന ഒരു അവസ്ഥയാണ്. ജനങ്ങളാകെ ഭീതിയിലാണ്. ഒരു മനസ്സമാത്രൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ തളാപ്പ് പ്രദേശക്കാർക്ക് എല്ലാവരും ഭയങ്കര ഭീതിയിലാണ്. നമ്മൾ പോലീസിലൊക്കെ പരാതിപ്പെട്ടു. പോലീസുകാരൊക്കെ വന്ന് എല്ലാ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആളെ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ അയാളെ കണ്ടെത്താനോ ഒന്നും കഴിയുന്നില്ല. അവർ റോഡ് വഴി പോകുന്ന ഒരു ദൃശ്യങ്ങളും ഇതുവരെ നമുക്ക് കിട്ടിയില്ല. പോലീസിനും കിട്ടിയില്ല, നമുക്ക് കിട്ടില്ല. നമ്മൾ ഇന്നും അടക്കം പോലീസ് അടക്കം പോയി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു പല ക്യാമറകളിലും. പക്ഷേ അതിലൊന്നും ഇവർ ഈ റോഡിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു ദൃശ്യം നമുക്ക് ഇതുവരെ കിട്ടിയിട്ട് കാണുന്നില്ല. തളാപ്പ് പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഒരു ഭീതിയിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ ഉണർന്ന് ഇരുന്ന് കള്ളനെ എങ്ങനെയെങ്കിലും പിടിക്കേണ്ട ഒരു അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വടിവാൾ പോലുള്ള ആയുധവുമായാണ് അജ്ഞാതന്റെ കറക്കം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഭയമാണ്. ഭീതി അകറ്റാൻ പോലീസ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആശുപത്രി മോഷണത്തിന് ശേഷം പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് വ്യാപക അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പ്രദേശത്ത് സ്ഥിരം പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.